ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ഇപ്പം നല്ല കണ്ണൻ കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജീവനുള്ള മീനായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതതിന് ചാടിയിട്ട് മുറ്റത്തേക്ക് ചാടിയതാണ് കേട്ടോ. അപ്പോൾ ഞാനതിനെ പിടിച്ചിട്ട് പാത്രത്തിൽ ഇട്ടതാണ് കേട്ടോ. വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് മീനിനെ മാത്രം പിടിച്ച് ഞാൻ പാത്രത്തിൽ ഇട്ടുന്നത് വൃത്തിയാക്കി എടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാനതൊന്ന് നന്നാക്കി വൃത്തിയാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിൽ നിന്നൊക്കെ പാത്രത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ജീവൻ പോയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനങ്ങനെ അതിൻ്റെ തലമങ്ങനെ ഒരു മേട്ടൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുത്ത് പിന്നെ അത് കറിയൊക്കെ വെച്ച് പിന്നെ ബാക്കിയുള്ളത് പൊരിക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഉച്ചക്ക് ഈ മീനുകൊണ്ട് കറിയും പയറുപ്പേരും പിന്നെ ഈ മീൻ പൊരിച്ചതും പിന്നെ അതുപോലെ പപ്പടവും മുളക് വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ കേട്ടോ. ഇന്ന് പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉച്ചക്ക് ഇങ്ങനെ മീൻ കൊടുന്നപ്പോൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതുണ്ടാക്കിയതായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ മുട്ട വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചപ്പാത്തീൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ഞാൻ എപ്പോഴും പറയണ മാതിരി കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ എരിവൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ഇത്തിരി ബട്ടർ ഇട്ടിട്ട് ഈ മുട്ടയുടെ മിക്സ് ഒന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് മുട്ട ചിക്കി എടുക്കാനായിട്ട് ചെയ്യണത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചിക്കി എടുത്തിട്ട് പിന്നെയാണ് കേട്ടോ അത് എന്തൊക്കെ ചെയ്യണത് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെടും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ മുട്ട അതുപോലെ ബട്ടറൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നല്ല പോലെ ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചട്ടിയിലൊന്നും പിടിക്കൊന്നും ചെയ്യാതെ നല്ല പോലെ ഇങ്ങനെ മുട്ട ചിക്കി എടുത്തിട്ട് നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതേ ചട്ടിയിൽ തന്നെയാണ് പിന്നെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതുപോലെ ഒരു സ്പൂണ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ മെൽറ്റായി വന്നപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1.5 സ്പൂൺ മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തീ നല്ല കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മൈദ ഒക്കെ ഒന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതാ ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പറഞ്ഞാൽ ഞാനൊരു അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാൽ എത്രയാണ് ആവശ്യം വരുന്നെങ്കിൽ അത്ര എടുത്താൽ മതി. അരക്കപ്പ് പറഞ്ഞാൽ കപ്പിൻ്റെ ഒരു അരക്കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനതൊന്നും കൂടെ കുറുകി വന്നപ്പോൾ ഒരു 2-3 സ്പൂണും കൂടെ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കണം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പാണ്. അപ്പോൾ ഇനി അതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. കുരുമുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് കുരുമുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. എരിവൊക്കെ കൂടുതലാവും, നമ്മൾ മുട്ടയിൽ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ എരിവ് കൂടുതലാവും. പിന്നെ അതുപോലെ ഇതാ ഞാനൊരു 5-6 വെളുത്തുള്ളി നല്ലപോലെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ മല്ലിയില പുതിനയും കൂടെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് മുളക് നമ്മൾ പൊടിച്ച് വെച്ചതാണ് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മുട്ട ഇവിടെ ചിക്കി വെച്ചതുണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് ഒന്നാണ് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ സംഭവം പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് കഴിക്കാൻ ഞങ്ങൾ ബ്രെഡിൽ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രെഡൊക്കെ ഉണ്ടാക്കി തായോ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ സംഭവം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കും ചെയ്യുക, കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ഇനി രാവിലെ ചപ്പാത്തിൻ്റെ കൂടെ പിന്നെ ദോശൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. വലിയ എരിവൊന്നും ഇല്ലേനും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ ഇപ്പിയും ഓനൊക്കെ വന്നിട്ട് ബ്രെഡൊക്കെ കഴിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പം വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കി ടേസ്റ്റ് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പം അതിന്മേൽ ബ്രെഡുമ്മ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ മറ്റേ ബ്രെഡ് വെച്ചിട്ട് അങ്ങനെ കടിച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് സംഭവം അങ്ങനെയല്ല, ബ്രെഡിൽ ഒഴിച്ചിട്ട് നമുക്ക് ബ്രെഡൊക്കെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ തിന്ന് നോക്കിയിട്ടാണ് ഇപ്പോൾ അറിയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അറിയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ കൂടുതലായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പാക്ക് വൈകുന്നേരത്തൊന്നും അങ്ങനെ കഴിക്കൂല, അപ്പോൾ അത് കാരണം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അതാ ഇപ്പം പകുതിയേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ഞങ്ങളൊക്കെ കൂടെ ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ചൂടാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ബ്രെഡ് ഇതിൽ കൂട്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലപോലെ കിട്ടണത്. ഓനും അതുപോലെ അങ്ങനെ ബ്രെഡ് മുകളിൽ വെച്ചിട്ട് തന്നെയാണ് ഓനും കഴിക്കണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൂട്ടിയിട്ട് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയേക്കിന് ഇത് ഞങ്ങളൊരു 4 മണി 4:30 ടൈമിനാണ് കേട്ടോ കഴിക്കണം വൈകുന്നേരത്ത്. ഞാൻ പിന്നെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി കാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു പായസം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഒരു പായസം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ചവ്വരിയും സേമിയനും കൂടെ ഇട്ടിട്ട് പായസം റെഡിയാക്കിയതാണ്. പിന്നെ ഞാനിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ പായസമൊക്കെ റെഡിയായി. പായസമൊക്കെ കൊടുന്ന് വെച്ച് മകരിമ്പിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ പായസം കുടിക്കണത്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ പായസം കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്